ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിന്റെ മെം സീരീസിലേക്ക് സ്വാഗതം. PSC പരീക്ഷയിലെ സുപ്രധാന മേഖലകളായിട്ടുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ 3 ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സീരീസാണ് മെം സീരീസ്. ഇതിനകം തന്നെ ഒട്ടനവധി ക്ലാസ്സുകൾ നമ്മൾ ഈ ഒരു സീരീസിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണുക. അതിനുവേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. കൃത്യമായിട്ടും എല്ലാ ക്ലാസ്സുകളും അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഞാൻ ഇംഗ്ലീഷാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലെ ഒരു 10 ചോദ്യങ്ങൾ, മുൻവർഷ PSCയുടെ മുൻവർഷ ചോദ്യങ്ങളിൽ വന്നിട്ടുള്ള 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഒന്നാമത്തെ ചോദ്യം, റാം ആൻഡ് ശ്യാം ആർ ഫ്രണ്ട്സ്. റാമും ശ്യാമും കൂട്ടുകാരാണ്. ദ ഫോർമർ ഈസ് ടോൾ. ഇതില് ഫോർമർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആള് റാം ടോളാണ്. ബട്ട് ദ ഡാഷ് ഈസ് വെരി ഷോർട്ട്. അപ്പൊ ഫോർമർ എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഇതിൽ ആദ്യത്തതിനെ നമ്മൾ ഫോർമർ എന്ന് പറയും, രണ്ടാമത്തതിനെ നമ്മൾ പറയുന്നത് ലാറ്റർ എന്നാണ് കേട്ടോ. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നാണ്. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയത് എന്നാണ് അല്ലെ. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നും, ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ റീസെന്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയത് എന്ന അർത്ഥമാണ്. ലാറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാം പകുതി എന്ന മീനിങ്ങിനാണ് ലാറ്റർ വരുന്നത്. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ലാറ്റർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, എയ്തർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കം. രാജേഷും വന്നില്ല, രാജേഷിന്റെ കൂട്ടുകാരും വന്നില്ല. സോറി, വന്നു എന്നാണ് അല്ലെ. നെയ്തർ ആകുമ്പോഴാണ് വന്നില്ല. അപ്പൊ രാജേഷിനോ രാജേഷിന്റെ കൂട്ടുകാർക്കോ വരാം. സോ ഇവിടെ ഏതാണ് കൊടുക്കേണ്ടത്? ഏത് ഓക്സിലറി വെർബാണ് കൊടുക്കേണ്ടത്? വാസ് ആണോ, ഈസ് ആണോ, ഹാവ് ആണോ, ഡു ആണോ കൊടുക്കേണ്ടത്? നിങ്ങൾക്ക് ഏതാ കൊടുക്കണം എന്ന് തോന്നുന്നത്? നമുക്ക് എന്തായാലും ഇവിടെ പല ആളുകൾ ചിന്തിക്കും, ഇവിടെ രാജേഷും വന്നിട്ടുണ്ട്, ഇവിടെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്ലൂറലായിട്ട് കണക്കാക്കാം. പ്ലൂറലായിട്ട് വരുന്ന ഹാവ് കൊടുക്കാം എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചാലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൻസർ കറക്റ്റാണ്, ഹാവ് ആണ്, കറക്റ്റാണ്. പക്ഷെ ഇവിടെ ഹാവ് കൊടുക്കാനുള്ള കാരണം എന്തല്ല? ഇവിടെ രണ്ടെണ്ണത്തിനെ നോക്കിയിട്ടല്ല, എയ്തർ ഓർ അല്ലെങ്കിൽ നെയ്തർ ഓർ ഒക്കെ വെച്ചുകൊണ്ട്, എയ്തർ ഓർ കൊണ്ട് രണ്ട് നൗണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് എങ്കിൽ ഇവിടെ രണ്ടാമത്തെ നൗണിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. രണ്ടാമത്തെ നൗൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിക്കൊണ്ടാണ് നമ്മൾ അവിടുത്തെ ഓക്സിലറിയെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഹിസ് ഫ്രണ്ട്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഹാവ് എടുക്കുന്നത് കേട്ടോ. ഡു എടുക്കില്ല കേട്ടോ. ഡു കം എന്ന് പറയില്ല, കം എന്ന് പറഞ്ഞാൽ മതി അല്ലെ. കം എന്ന് പറഞ്ഞാൽ മതി, അതുകൊണ്ടാണ് നമ്മൾ ഡു എടുക്കാത്തത്. ഡൂവും പ്ലൂറൽ ആണ്. ഡു എടുക്കാത്തത് എന്ന് പറഞ്ഞാൽ കം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഓൾറെഡി ഡു ഉണ്ട്. പിന്നെ ഡു കം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, പ്രത്യേകിച്ച് അതിനൊരു പർപ്പസ് ഒന്നും അവിടെ ഇല്ലല്ലോ. സോ ഒന്ന് മനസ്സിലാക്കുക, എയ്തർ ഓർ കൊണ്ട് രണ്ട് നൗണുകളെ കണക്ട് ചെയ്തു. എന്നാൽ ഇവിടുത്തെ രണ്ടാമത്തെ നൗണ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഓക്സിലറി സെലക്ട് ചെയ്യുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ഇത് ഫോറിൻ വേർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഫോറിൻ വേർഡാണ് നോട്ട ബിനെ. നമ്മൾ ചില നോട്ടീസുകളുടെ താഴെ NB എന്ന് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. എന്താണ് NB? നോട്ട ബിനെ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. നോട്ട ബിനയുടെ മീനിങ് നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ശ്രദ്ധാപൂർവം, വളരെ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയ കാര്യങ്ങൾക്കാണ് NB അഥവാ നോട്ട ബെനെ. ഇത് ഫോറിൻ വേർഡ്സ് നമ്മുടെ സിലബസിൽ വൊക്കാബുലറിയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ട സാധനമാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടും ഓർത്തിരിക്കുക. NB എന്നതിന്റെ ഫുൾ ഫോം നോട്ട ബെനെ എന്ന് ഓർത്തിരിക്കുക. അതിന്റെ മീനിങ് വളരെ ശ്രദ്ധാപൂർവം, വളരെ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയത് എന്നാണ്. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യം, none of them attended the function. Use proper question tag. None of them attended the function. അപ്പൊ ഇതിന് കൃത്യമായിട്ടൊരു ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് none of them. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെന്റൻസ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആക്കാൻ തന്നാൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഓക്സിലറിയുടെയും പ്രൊനൗണ്ടിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. ഒരു ഓക്സിലറിയും പ്ലസ് പ്രൊനൗൺ കൂടി ചേർന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ നമുക്ക് ആദ്യം ഓക്സിലറി വേണം, പിന്നീട് പ്രൊനൗൺ സെലക്ട് ചെയ്യണം.
അപ്പൊ ആദ്യം ഓക്സിലറി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് ഓക്സിലറി ഉണ്ടോ എന്നാണ്. ഇതിനകത്ത് ഓക്സിലറി ഉണ്ടോ? നൺ ഓഫ് ദം എന്ന് വരുമ്പോൾ അവിടെ ഒരുപാട് പേരുണ്ട് എന്ന സൂചനയാണ്. സോ അവിടുത്തെ പ്രൊനൗൺ ദേ ആണ്. നമുക്ക് ആദ്യം ഓക്സിലറി ആണ് വേണ്ടത്. ഓക്സിലറിയിലേക്ക് നോക്കുന്ന സമയത്ത് അറ്റൻഡഡ് എന്ന് പറയുന്ന ഒരു V2 ഉണ്ട്. V2-നകത്ത് ഉണ്ടായിരിക്കുക ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി ആണ് അല്ലെ. V2-നകത്ത് ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി ആണ് ഉണ്ടാവുക. ദെൻ V1-നകത്ത് ഒന്നെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ഉണ്ടാകും അല്ലെ. V1-നകത്താണ് ഡു അല്ലെങ്കിൽ ഡസ്. സിംഗുലർ ആണെങ്കിൽ ഡസും പ്ലൂറൽ ആണെങ്കിൽ ഡു ഉണ്ടാകും. V2-നകത്ത് ഡിഡ് ആണ് ഉണ്ടാവുക. സോ നമുക്ക് ഡിഡും ദേയും വേണം. അപ്പൊ ഓപ്ഷൻ എയിൽ ഡിഡ് ദേ വന്നിട്ടുണ്ട്, ഓപ്ഷൻ ബിയിൽ ഡിഡ് ദേ വന്നിട്ടുണ്ട്, ഇവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ടാഗ് എടുക്കേണ്ട സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്. ഈ ഒരു സെന്റൻസിന്റെ പ്രത്യേകത ഇവിടെ നൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു സെന്റൻസ് നൺ ഓഫ് ദം അല്ലെങ്കിൽ നോ വൺ എന്ന രീതിയിലേക്ക് വന്നാൽ സെന്റൻസ് മൊത്തത്തിൽ തന്നെ നെഗറ്റീവ് ആണ്. അപ്പോൾ സെന്റൻസ് നെഗറ്റീവ് ആണ്. സോ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആണ് വരേണ്ടത്. ഡിഡ് ദേ എന്ന ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം. മനസ്സിലായോ? ചില ആളുകൾ ഡിഡിൻ ദേ എടുക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സബ്ജക്റ്റ് തന്നെ ചിലപ്പോൾ നെഗറ്റീവ് മീനിങ്ങിൽ വരും. നൺ ഓഫ് ദം, നോ വൺ, നെയ്തർ ഇങ്ങനത്തെ സബ്ജക്റ്റ് വന്നാൽ ആ സബ്ജക്റ്റിന് തന്നെ ഒരു നെഗറ്റീവ് മീനിങ് ഉള്ളത് കൊണ്ട് നമ്മൾ മൊത്തത്തിൽ അതിനെ നെഗറ്റീവ് ആയിട്ടാണ് പരിഗണിക്കുക. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, 10,000 rupees ഡാഷ് ഇവിടെ വരേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. 10,000 rupees ഡാഷ് എ ലാർജ് സം. 10,000 rupees എന്ന് പറയുന്നത് ഡാഷ് എ ലാർജ് സം, അതൊരു വലിയ തുകയാണ്. അപ്പൊ ആണ് എന്നർത്ഥം വരുന്ന ഒരു ഓക്സിലറി വരണം. ഇവിടെ കറക്റ്റ് ഓക്സിലറി വെർബ് തിരഞ്ഞെടുക്കാനാണ്. സോ ആറാണോ, ഈസ് ആണോ, വേർ ആണോ, ഹാസ് ആണോ? അപ്പൊ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നർത്ഥം വരുന്നത് ഒന്നെങ്കിൽ ആറും ഈസ് ആണ് അല്ലെ. ആറിനും ഈസിനുമാണ് ആണ് എന്നർത്ഥം വരുന്നത്. വേറിന് ആയിരുന്നു, പാസ്റ്റിനെ സൂചിപ്പിക്കാനാണ്. ദെൻ ഹാസിന് പൊസസീവ്, ഉണ്ട് എന്ന അർത്ഥമാണ് വരുന്നത്, പൊസഷന്റെ മീനിങ് ആണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും എന്തായാലും വരില്ല. ഒന്നെങ്കിൽ ആറായിരിക്കും, ഒന്നെങ്കിൽ ഈസ് ആയിരിക്കും. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ആറ്, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഈസ്. ഇവിടെ 10,000 rupees അവസാനം ഒരു എസ് ഉണ്ട്. പക്ഷേ റുപ്പീസ്, കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവസാനം എസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുക. അപ്പൊ മനസ്സിലാക്കുക, കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ലിറ്റേഴ്സ് അല്ലെങ്കിൽ റുപ്പീസ് ഇതൊക്കെ പറയുമ്പോൾ എണ്ണത്തെ, ദൂരത്തെ, നാണയത്തെ, കറൻസിയൊക്കെ പറയുമ്പോൾ തന്നിരിക്കുന്ന നൗണ് ഒരുപക്ഷെ പ്ലൂറൽ ആണ് എങ്കിൽ നമ്മൾ അതിനെ പ്ലൂറൽ ആയിട്ട് കണക്കാക്കില്ല, സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുക. സോ അവിടെ ഈസ് ആണ് കൊടുക്കേണ്ടത്. 10,000 rupees ഈസ് എ ലാർജ് സം. 10,000 രൂപ എന്ന് പറയുന്നത് ഒരു വലിയ തുകയാണ്. കൃത്യമായിട്ട് പഠിക്കുക, PSC സ്ഥിരം ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എ ഡാഷ് ഓഫ് കാറ്റിൽ ഈസ് പാസിംഗ് ത്രൂ ദ ഫോറസ്റ്റ്. ഒരു വലിയ സംഘം കന്നുകാലികൾ കാട്ടിലൂടെ നടന്നുപോയി അല്ലെങ്കിൽ അതിലൂടെ കടന്നുപോയി, പാസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗണിൽ കാറ്റിൽസിന്റെ കൂട്ടത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് ഹേർഡ് ആണ് കേട്ടോ. കന്നുകാലികളുടെ കൂട്ടം ഹേർഡ് ആണ്. സെറ്റ് അല്ലേ? പ്ലെയേഴ്സിന്റെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ടീം എന്ന് പറയുക. പ്ലെയേഴ്സ് കേട്ടോ, പ്ലെയേഴ്സ് അല്ല, പ്ലെയേഴ്സ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ബി ഹേർഡ് ആണ്. ഓപ്ഷൻ ബി ഹേർഡ് ആണ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ വർക്കേഴ്സ് ബിൽറ്റ് എ ബ്രിഡ്ജ്. പാസീവ് വോയിസ് ആക്കി മാറ്റാണ്. ദ വർക്കേഴ്സ് ബിൽറ്റ് എ ബ്രിഡ്ജ്. അപ്പോൾ ഒരു ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. എല്ലാത്തിലും തുടക്കത്തിൽ എ ബ്രിഡ്ജ് വന്നിട്ടുണ്ട്, എല്ലാത്തിൻ്റെ അവസാനത്തിൽ ബൈ ദ വർക്കേഴ്സ് വന്നിട്ടുണ്ട്. സോ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു ഓക്സിലറിയുടെ ഭാഗത്താണ് പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ ബിൽറ്റ് എന്നത് V1 ആണോ V2 ആണോ? ബിൽറ്റ് V2 ആണ്. മനസ്സിലാക്കണേ, V2 ആണ്. ബിൽഡ് ആണ് V1. ബിൽഡ് V1 ബിൽറ്റ് V2 ആണ്. ഇത് പല ആളുകൾക്കും തിരിഞ്ഞു പോകുകയാണെങ്കിൽ നിങ്ങൾ ബിൽഡിംഗ് എന്ന് ഓർത്താൽ മതി. ബിൽഡിംഗ് എപ്പോഴും V1 ശേഷമാണ് ING വരുന്നത്. അപ്പോൾ ബിൽഡിംഗ് എന്ന് പറയണമെങ്കിൽ ബിൽഡ് V1 ആണ്. അപ്പൊ ബിൽഡിംഗ് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ബിൽറ്റ് V2 ആണ്. സോ V2 ആണെങ്കിൽ എന്താ വരേണ്ടത്? ആക്റ്റീവ് വോയിസിൽ V2 ആണെങ്കിൽ അതിനെ പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് നമുക്ക്
എന്ത് വേണം? ഒന്നെങ്കിൽ വാസ് വേണം, അല്ലെങ്കിൽ വെയർ വേണം. ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വാസ് അല്ലെങ്കിൽ വെയർ ഉള്ളത് ഏതാണെന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻ സിയിൽ മാത്രമേ കാണുന്നുള്ളൂ വാസ്. അപ്പൊ എ ബ്രിഡ്ജ് സിംഗുലർ ആയതുകൊണ്ടാണ് അവിടെ വാസ് വന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. സെറ്റ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ ഒരു റൂട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. റിപ്പോർട്ടഡ് സ്പീച്ച് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ട അത് മാത്രം വരുന്ന ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയാൽ എങ്ങനെ നിങ്ങൾക്ക് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ അല്ലേ? ദെൻ അടുത്തൊരു ചോദ്യമാണ്, ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി ഗുഡ്. കറക്റ്റ് ദ സെന്റൻസ്. ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി ഗുഡ്. ഈ സെന്റൻസിലെ പ്രശ്നം എന്താണ്? എന്താണ് പ്രശ്നം? പല ആളുകൾക്കും ഇത് പെട്ടെന്ന് മനസ്സിലാകില്ല. ഇവിടെ ഷീ സ്പീക്സ് വെരി ഗുഡ് എന്ന് പറയുമ്പോൾ സ്പീക്കിനെ ഉദ്ദേശിച്ചാണല്ലോ പറയുന്നത്, അല്ലെ? അപ്പോൾ സ്പീക്കിനെ വിശേഷിപ്പിക്കുന്ന സമയത്ത് അവിടെ വെരി വെൽ എന്നാ വരേണ്ടത്. വെരി ഗുഡ് എന്നല്ല, വെരി വെൽ എന്നാണ് വരേണ്ടത് കേട്ടോ. ഷീ സ്പീക്സ് വെരി വെൽ എന്നാണ് വരേണ്ടത്, വെരി ഗുഡ് എന്നല്ല. കാരണം ഇവിടെ നമ്മൾ സ്പീക്സിനെയാണ് വിശേഷിപ്പിക്കുന്നത്, അല്ലെ? സ്പീക്സ്. അപ്പൊ അവൻ സംസാരിക്കുന്നു, വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്നു എന്ന അർത്ഥത്തിൽ വെരി വെൽ ആണ് വരേണ്ടത്. സെറ്റ് അല്ലേ? സോ അവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ഹൈ പ്രൈസ് സർപ്രൈസ്ഡ് ഹിം. അപ്പൊ ഇവിടെ ഹൈ എന്ന് പറയുന്ന അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഹൈ എന്നുള്ളത് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്? ഇവിടെ ഹൈ എന്നുള്ളത് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ഹൈ പ്രൈസ് സർപ്രൈസ്ഡ് ഹിം. വിലയുടെ ഉയർന്ന വില, അല്ലെ? ഉയർന്ന വില അവനെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ പ്രൈസ് എന്നതിന്റെ വിശേഷണമാണ്, അഥവാ പ്രൈസ് നൗൺ ആണ്, അല്ലെ? പ്രൈസ് നൗൺ ആണ്. ഈ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? നാമവിശേഷണം അഥവാ അഡ്ജക്റ്റീവ് എന്ന് പറയും. ഇനി വേർബിനെ വിശേഷിക്കുകയാണെങ്കിൽ അഡ്വേർബ് എന്ന് പറയും. നൗൺ നാമമാണ്, വേർബ് ക്രിയയാണ്. സോ നമുക്ക് ഓപ്ഷൻ എ ആണ് ഉത്തരം. മനസ്സിലായോ? അപ്പൊ ദ ഹൈ പ്രൈസ്, ഉയർന്ന വില. അപ്പൊ വില എന്നതിന്റെ വിശേഷണമാണ് ഹൈ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. ടോം സെഡ് ഐ ആം ലീവിംഗ് ഫോർ ചെന്നൈ ടുമാറോ. ഈ സെന്റൻസ് റിപ്പോർട്ട് ചെയ്യാനാണ്. അപ്പൊ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് പറയണം? ടോം സെഡ് എന്ന് പറയണം. എല്ലാത്തിലും ടോം സെഡ് എന്ന് വന്നിട്ടുണ്ട്. ദെൻ ഇത് അസേർട്ടീവ് സെന്റൻസ് ആയതുകൊണ്ട് റിപ്പോർട്ടിംഗ് വേർഡായിട്ട് ദാറ്റ് വരണം. അപ്പൊ ടോം സെഡ് എല്ലാത്തിലും വന്നിട്ടുണ്ട്. ടോം സെഡിന് ശേഷം ദാറ്റ് വന്നിട്ടുള്ളത് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ തന്നെ നമുക്ക് എയിൽ ദാറ്റ് ഇല്ല, ബിയിൽ ദാറ്റ് ഉണ്ട്, സിയിൽ ദാറ്റ് ഇല്ല, ഡിയിലും ദാറ്റ് ഉണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഐ ഉണ്ടെങ്കിൽ ഐ എന്തായിട്ട് മാറും? സ്പീക്കറിനെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സ്പീക്കറിനെ സൂചിപ്പിക്കുന്ന നൗൺ ആയിട്ട് മാറും, അല്ലെ? ടോം ഐ എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം ടോം ആണ്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടോമിന്റെ ജെൻഡർ അനുസരിച്ചുള്ള നൗൺ പ്രൊനൗൺ ആക്കണം. സോ ടോം പുരുഷനല്ലേ, അതുകൊണ്ട് നമുക്ക് ഹീ വരണം. രണ്ട് സ്ഥലത്തും ഹീ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ആം ലീവിങ് എന്നതിനെ പാസ്റ്റ് ആക്കണം. അപ്പൊ ആമിന്റെ പാസ്റ്റ് നമുക്ക് വാസ് അല്ലെങ്കിൽ വേറാണ്. ഹി സിംഗുലർ ആയതുകൊണ്ട് വാസ് കൊടുക്കുക. അപ്പൊ രണ്ട് സ്ഥലത്തും വാസ് ലീവിങ് ഫോർ ചെന്നൈക്ക് ഓക്കെ ആയിട്ടുണ്ട്. ദെൻ ടുമോറോ, ചില ടൈം വേർഡുകളുണ്ട്. ഈ ടൈം വേർഡുകളെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മാറ്റണം. അപ്പൊ ടുമാറോ എന്നുള്ളത് മാറ്റണം. ഇവിടെ ടുമാറോ മാറ്റിയിട്ടില്ല. ടുമാറോയ്ക്ക് ദ നെക്സ്റ്റ് ഡേ ആയിട്ടാണ് മാറ്റേണ്ടത്. സോ ഓപ്ഷൻ ഡിയിലാണ് അത് കറക്റ്റ് ആയിട്ട് മാറ്റിയിട്ടുള്ളത്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പൊ പറയുന്ന ഒരാൾ ടുമാറോ എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്ന് പറഞ്ഞൊരു കാര്യം, ഞാൻ ടുമാറോ എന്ന് പറയുമ്പോൾ എൻ്റെ ഉദ്ദേശം നാളെയാണ്, അല്ലെ? സോ ഞാൻ പറഞ്ഞത് കേൾക്കുന്ന ആൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ അയാൾ നാളെ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഞാൻ എന്നാണോ പറഞ്ഞത് അതിന്റെ തൊട്ടടുത്ത ദിവസം എന്ന അർത്ഥത്തില ദ നെക്സ്റ്റ് ഡേ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ടൈം വേർഡിൽ മാറ്റം വരുത്തുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സുപ്രധാനമായിട്ടുള്ള 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.